ടു മൈ ഹാൻഡ് മെയ്ഡ് ഹാപ്പിനെസ്. ഞാൻ ഈ വീഡിയോ എടുത്ത് വെക്കുന്നത് മൺഡേ ആണ്. എൻ്റെ ഡിസ്പാച്ചിങ് ഡേ ആണ് മൺഡേ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓർഡേഴ്സ് ഡിസ്പാച്ച് ചെയ്യാനുണ്ട്, പിന്നെ ചെറിയ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. സാധാരണയായിട്ട് എൻ്റെ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് നൈറ്റ് ആകുമ്പോൾ ചെയ്ത കാര്യങ്ങൾ മാർക്ക് ചെയ്ത് പോകും. ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് വെക്കും. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നതല്ല, സത്യത്തിൽ മറന്നു പോകുന്ന കാരണം എഴുതുന്നതാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകും. അപ്പോൾ അങ്ങനെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓർക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? ആക്ച്വലി ഞാൻ വീക്കിലി വൺസ് മാത്രമാണ് ഡിസ്പാച്ച് ചെയ്യാറുള്ളത്. ഇന്നത്തെ ഡിസ്പാച്ച് ആണെങ്കിലും നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എല്ലാം വുമൻസ് ഡേ കോംബോ ഓഫേഴ്സാണ്. ആൻഡ് ഇതൊക്കെ പാക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട്. കാരണം ഇതെല്ലാം സ്പെഷ്യലായിട്ട് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് ഓർഡർ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കാരണം വേറൊരാൾക്ക് സർപ്രൈസ് കിട്ടാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളും ആ ഒരു സർപ്രൈസിൻ്റെ പാർട്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഫീലിങ്സ് അല്ലേ. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വേറെ 2 റെഗുലർ ഓർഡേഴ്സും ഉണ്ട്. അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാക്കേജിങ് ടൈം എപ്പോഴും ഒരു തെറാപ്പി പോലെയാണ്. കാമായി അത്രയും ശ്രദ്ധിച്ചാണ് ഞാൻ ഓരോ ഓർഡേഴ്സും പാക്ക് ചെയ്യുന്നത്. കാരണം നമ്മുടെ സൈഡിൽ നിന്നൊരു മിസ്റ്റേക്ക് വന്നാൽ ഒരിക്കലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ബിക്കോസ് someone ഈസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ചിലപ്പോൾ ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, ഭയങ്കര ടയേർഡ് ആവാറുണ്ട്. പക്ഷേ ഡിസ്പാച്ചിങ്ങിനൊക്കെ കഴിഞ്ഞ് അവർക്ക് ഓർഡേഴ്സ് കിട്ടി, അവർ റിവ്യൂ മെസ്സേജൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ലൈക്ക് ഐ ഡിഡ് സംതിങ് മീനിങ് ഫുൾ. ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹു സപ്പോർട്ട്സ് മൈ സ്മോൾ ബിസിനസ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്രയും നാൾ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പലപ്പോഴും ഞാനായിട്ട് നിർത്തി വെച്ച പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ചില കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് വരും, ഇത് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ച്. അങ്ങനെ ഓരോ കസ്റ്റമേഴ്സ് കാരണമാണ് ഞാനത് ഇത്രയും നാൾ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നത്. സോ വിത്തൗട്ട് യു ഇതൊന്നും പോസിബിൾ ആയിരുന്നില്ല. എല്ലാവരോടും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ 5 കോംബോ ഓർഡേഴ്സാണ് ഉണ്ടായിരുന്നത്. പിന്നെ 2 എക്സ്ട്രാ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, ഒരു ബന്ധാനയും പിന്നെ ഹെയർ ക്യാപ്പിൻ്റെയും. അത് ഞാൻ ഇന്നലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് പോസ്റ്റ് ചെയ്യണം. സമയം 11:30ആയി. 2:30 മുമ്പാണ് പോസ്റ്റ് ഓഫീസിൽ എത്തുന്നത്. പിന്നെ ഒരു ബഹളവും ധൃതിയൊക്കെയാണ്. അപ്പോൾ റെഡി ആവട്ടെ. നമ്മളിത് പോസ്റ്റ് ഓഫീസിലേക്ക് ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. വീട്ടിൽ നിന്നും കുറച്ച് ഷോപ്പിംഗ് ഉള്ള കാരണം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തി. ഇന്നാണെങ്കിൽ നല്ല തിരക്കായിരുന്നു പോസ്റ്റ് ഓഫീസിൽ. എന്താണെന്നറിയില്ല, ഒരു 10 മിനിറ്റിൽ കൂടുതൽ ക്യൂ നിന്നിട്ടാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായി. എനിക്ക് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം എൻ്റെ മുഖത്ത് കാണുന്ന സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച ഒരു ഐറ്റം എനിക്ക് കിട്ടി. അതെന്താണെന്ന് ഇപ്പോൾ പറയാം കേട്ടോ. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അധികമൊന്നുമില്ല, സിമ്പിൾ പൗച്ച്, ക്വിൽറ്റഡ് പൗച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് സിബ് വാങ്ങിച്ചിട്ടുണ്ട്. അതൊരു 3 കേട്ടോ. ഗോൾഡൻ കളറും കൂടെ വാങ്ങിച്ചു. പിന്നെ ഒരു ബാഗ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് മണി കാണിച്ചു തരാം. ബാഗിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നത്. പിന്നെ ഒരു സാധനം ജേണലിങ് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ ഇൻസ്റ്റ യൂട്യൂബൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഷോർട്സ് ഒക്കെ കണ്ട് ഭയങ്കര എന്താ പറയുക, ചെയ്യണം ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ആഗ്രഹം തോന്നി വാങ്ങിച്ചാണ്. ചെയ്യാനുള്ള സാധ്യതയില്ല, സാധാരണ അങ്ങനെയാണ്. പക്ഷെ എന്നാലും കണ്ടപ്പോൾ കണ്ണിന് മുമ്പിൽ പെട്ടപ്പോൾ വാങ്ങിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല. ഇത് തുറന്നൊന്നും നോക്കിയിട്ടില്ല. ഒരു ഇങ്ങനെ 12 ഐറ്റം എന്നാന്നുകൊണ്ട് എഴുതിയേക്കുന്നത്. ബാക്കിൽ കണ്ടോ വേറെന്തൊക്കെയോ ഭാഷ എഴുതിയേക്കുന്നത്. ഞാൻ അൺബോക്സ് ചെയ്യുന്നൊരു ഷോർട്സ് ഇടാം. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു സിമ്പിൾ ഡേ ആസ് എ സ്മോൾ ബിസിനസ് ഓണർ. അപ്പോൾ ഇന്ന് വാങ്ങിച്ച പ്രൊഡക്ട്സ് വെച്ചിട്ട് ഒരു പുതിയ ടൈപ്പ് ബാഗ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ബാഗ് മേക്കിംഗ് ഞാൻ ഉറപ്പായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇഫ് യു ലവ് ഹാൻഡ് മെയ്ഡ് കണ്ടന്റ് ആൻഡ് സ്മോൾ ബിസിനസ് ടോക്സ്, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്ലീസ് ചെക്ക് ഔട്ട് മൈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.